കായംകുളം നഗരസഭയിൽ മൊബൈൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം നേരിടുന്ന നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും അഴിമതിയിൽ പങ്കാളിയായെന്ന ആരോപണം നേരിടുന്ന നഗരസഭാ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്ത് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭാ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സമരം നടന്ന സ്ഥലത്തേക്ക് ഓട്ടോറിക്ഷ കടന്നുവന്നത് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. കായംകുളം നഗരസഭയിൽ മൊബൈൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണ വിധേയയായ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും അഴിമതിയിൽ പങ്കാളിയായ നഗരസഭാ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്ത് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭയിലേക്ക് എത്തപ്പെടുമ്പോൾ അത് പദ്ധതിയുടെ രൂപീകരണവും അഴിമതിയുടെ നിർവഹണവും എന്ന തരത്തിലേക്ക് കഴിഞ്ഞ 9 വർഷക്കാലമായി ജനങ്ങൾ നൽകിയിരിക്കുന്ന ഈ അധികാരത്തെ പണസമ്പാദനത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്ത് മുന്നോട്ട് പോകുന്ന നടപടികൾക്ക് കായംകുളത്തെ നഗരസഭാ നേതൃത്വം അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ശുചിമുറി മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഇവിടെ കേട്ടുകേൾവിയില്ലാത്ത ഒരു അഴിമതിക്ക് കായംകുളത്തെ മുനിസിപ്പൽ ഭരണ നേതൃത്വം നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശുചിമുറി സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് നഗരസഭ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. ആ പദ്ധതി പ്രകാരം ഗവൺമെന്റ് ഏജൻസിയായ ജെമ്മിൽ നിന്നും അതിനാവശ്യമായ പ്ലാന്റ് വാങ്ങണമെന്നതായിരുന്നു പദ്ധതിയുടെ രൂപീകരണത്തിലുള്ള തീരുമാനം. പക്ഷേ ആ നടപടികളുമായി മുന്നോട്ട് പോയതിനു ശേഷം ഒരു സുപ്രഭാതത്തിൽ മുനിസിപ്പൽ കൗൺസിൽ അറിയിക്കുകയാണ്, മുനിസിപ്പൽ ചെയർപേഴ്സണും സെക്രട്ടറിയും അറിയിക്കുകയാണ്, ഇതൊരു സ്വകാര്യ ഏജൻസിക്ക് ടെൻഡർ നടത്തി കൊടുത്തിരിക്കുന്നു. ആ ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ട് 27 ലക്ഷം രൂപ അഡ്വാൻസ് ഇനത്തിൽ അവർക്ക് കൈമാറിയിരിക്കുന്നു. ബഹുഭൂരിപക്ഷം വരുന്ന CPM-ന്റെ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കൗൺസിലർമാർ ഇതേ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോ അതിന് ചെവി കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ അഴിമതിയെ മൂടിവെക്കുവാനും ന്യായീകരിക്കുവാനുമുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കും വരെ കോൺഗ്രസ് സമരം തുടരുമെന്ന് KP ശ്രീകുമാർ പറഞ്ഞു. മൊബൈൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പേരിൽ ഇപ്പോൾ നഗരസഭയിൽ നടന്ന ലക്ഷക്കണക്കിന് രൂപയുടെ സമാനതകളില്ലാത്ത അഴിമതി നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിയും ചേർന്ന് നടത്തിയ കാട്ടുകൊള്ളയാണെന്നും CPM നേതൃത്വം ഇതിന് മറുപടി പറയാൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. മാർച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പോലീസ് തടഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി അധ്യക്ഷനായി. നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T സൈൻലാബ്ദീൻ, E സമീർ, N രവി, A ത്രിവിക്രമൻ തമ്പി, U മുഹമ്മദ്, AJ ഷാജഹാൻ, AP ഷാജഹാൻ, CS ഭാഷ, S രാജേന്ദ്രൻ, K പുഷ്പദാസ്, CA സാദിഖ്, M വിജയമോഹൻ, AM കബീർ, G ബൈജു, അരിത ബാബു, ബിധു രാഘവൻ, അഫ്സൽ പ്ലാമൂട്ടിൽ, ബിജു നസറുള്ള, അൻസാരി കോയിക്കിലേത്ത്, ഷുക്കൂർ വഴിച്ചേരിൽ, ശോഭാ സുരേന്ദ്രൻ, സുശീല വിശംഭരൻ, K നാസർ, വിജയൻ ആശാരിമുറി, VK വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം മാർച്ചും പ്രതിഷേധ പരിപാടിയും നടക്കുന്നതിനിടയിലേക്ക് ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് തടഞ്ഞത് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷത്തിന് ഇടയാക്കി. CDNet ന്യൂസ്, കായംകുളം.